ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് രാവിലെ ഹരൺ പോയി കേട്ടോ, ആഷർ പോയിട്ടില്ല. ഇന്ന് രാവിലെ ഒരു ശവാടക്കുണ്ട്. എൻ്റെ മുടിയുടെ ഇത് നോക്കി, എങ്ങനെ കോലു പോലെ ഇരുന്ന് വണ്ണവും ഇല്ലാതിരുന്ന മുടിയാണ്. കാണാമോ? ഇത് കണ്ടോ? ഞാനൊന്നും വേറെ വെപ്പുമുടിയൊന്നും വെച്ചേക്കുന്നൊന്നുമല്ല. ഇതുണ്ട് എൻ്റെ മുടി, ഇതുണ്ടോ? കണ്ടോ? ഒരു സൈഡിൽ എങ്ങനെ കഷണ്ടിയായി, എങ്ങനെ വിഗും വെച്ചുകൊണ്ട് നടന്ന ഞാനാണ്. വിഗെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ എടുത്ത് പൊക്കി പോണിറ്റെയിൽ കെട്ടത്തില്ലേ, പോണിറ്റെയിൽ കെട്ടിക്കഴിഞ്ഞിട്ട് അതേൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അത് പോണിറ്റെയിൽ മുടി പോലെ തന്നെ ഇങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഒരേ ടൈപ്പിലേ കെട്ടാൻ പറ്റത്തുള്ളൂ, പോണിറ്റെയിൽ മാത്രം. അതായത് ആ മുടി പോണിറ്റെയിൽ പോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് കണ്ടോ. അപ്പം എനിക്കിത് ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഉള്ളായിരുന്നു ആ സമയത്ത്, ആ വിക്ക് വെക്കുന്ന സമയത്തൊക്കെ. എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഹങ്കാരം മുടി സൂക്ഷിക്കാത്തതുകൊണ്ട്. എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുടി നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു വശത്തെ മുടി. പിന്നെ ഇത് അടുത്തത് ഇവിടെ കാണാമോ? ഉണ്ടോ? മുടിയുണ്ടോ? ഞാനിപ്പം 2-3 ദിവസം കൂടുമ്പോഴേക്കേ മുടി നനയ്ക്കത്തുള്ളൂ. എന്നും മുടി നനച്ചാലും മുടി പോവേ. പിന്നെ എല്ലാ ദിവസവും എണ്ണ വെക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും താളിയിട്ട് കഴുകിക്കണം. എണ്ണ തലയിൽ ഒരുപാട് ഇങ്ങനെ ഇരുന്നാൽ അത് മുടിക്ക് കേടാണ്. അങ്ങനെ ഒത്തിരി ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ മുടി പോയത്. എണ്ണ വെക്കും, പക്ഷേ ഷാമ്പൂ ചെയ്യത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എണ്ണ വെച്ചിട്ട് എല്ലാ ദിവസവും ഷാമ്പൂ ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും നനച്ചും പിടിച്ചും ഈ മുടി ഉണങ്ങാതെ കെട്ടിവെച്ചും ഷാമ്പൂ എല്ലാ ദിവസവും കെമിക്കൽ ഷാമ്പൂ, താളിയൊന്നുമല്ല, കെമിക്കൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചും അങ്ങനെ എൻ്റെ മുടിയെല്ലാം നശിച്ചു. പിന്നെ രാത്രി കെട്ടിവെക്കുകയില്ല. അങ്ങനെയെല്ലാം ഭയങ്കരമായിട്ട് എൻ്റെ മുടി പോയി. ഇപ്പം കണ്ടോ, ഉള്ളു വെച്ച കണ്ടോ? നീളവും ഉണ്ട്. ഇവിടം വരെ ഇങ്ങനെ നീളമാണ് ഉണ്ടോ. ഈ ഇടയ്ക്കത്തെ നീളമില്ലാത്ത മുടിയൊക്കെ ഇവിടുന്ന് കിളുത്ത് വന്നിരിക്കുന്ന ഇതുണ്ട്. ഈ പെടലിയെ കിടക്കുന്ന ഇതൊക്കെ പുതിയതായിട്ട് കിളുത്ത് വന്ന ഈ പുറകിൽ മുടി വേണ്ട ഒട്ടുമില്ലായിരുന്നേ. പുറകിൽ എപ്പോഴും ഇങ്ങനെ എന്തോ പോലെ ഇങ്ങനെ മുട്ടയടിച്ച പോലെ ഇരിക്കുമായിരുന്നേ. എന്ന് വെച്ചാൽ തലയോട്ടി കാണത്തില്ല, പക്ഷെങ്കിൽ ഒട്ടും മുടിയില്ലായിരുന്നു. അവിടെ ഒക്കെ വേണ്ട ഇത്രയും നീളം വെച്ച് ഉണ്ടോ പുറയിലത്തെ മുടിയൊക്കെ വേണ്ടേ. ഇവിടെയൊക്കെ ഇതുണ്ട്, മുഴുവൻ നല്ല ഉള്ളുണ്ട്. പിടിക്കാൻ ഒരു കുത്തിങ്ങനെ പിടിക്കാനുണ്ട്. മറ്റേത് കുറേ മുടിയേ എനിക്ക് പിടിക്കാനില്ലായിരുന്നു. കണ്ടോ? ഇനിയിപ്പം എല്ലായിടത്തും ഒന്ന് പോകാനാന്നേലും നമുക്ക് തോന്നും. അല്ലെങ്കിൽ മുടിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എല്ലാ ദിവസവും നിങ്ങൾ തലയിൽ എന്തെങ്കിലുമൊക്കെ തേച്ചോണം. എല്ലാ ദിവസവും എന്തെങ്കിലും തേക്കണം. എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളത്. ഒരു കാര്യം പറയട്ടെ, എല്ലാ ദിവസവും എന്തെങ്കിലും തലയിൽ തേക്കുക. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നാക്കിയാൽ തേക്കുന്നത്. ആ കരിമംഗല്യം മാറാൻ എന്തോ ചെയ്യേണ്ടതെന്നിങ്ങനെ ടൈറ്റിലും ഇതും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, കരിമംഗല്യം മാറാനെന്നിങ്ങനെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും. ഞാൻ തംബ്നെയിലും പറഞ്ഞിരിക്കുന്നതും ഡിസ്ക്രിപ്ഷനിൽ താഴെ പറഞ്ഞിരിക്കുന്നതും കരിമംഗല്യത്തിൻ്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എല്ലാവരും ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാരണം ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാനൊക്കെ പുതിയ ചാനലുകാരും ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റു പറയുവാന്നൊക്കെ ഓർക്കും. പക്ഷെങ്കിൽ ഇല്ലേ, നിങ്ങൾ മുടി വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ മുടിയുടെ വളരാനുള്ള ടിപ്പ് പറയുന്നുണ്ട്. അപ്പം അതും കണ്ട് മുഖത്ത് കരിമംഗല്യം ഒന്നും വരാതിരിക്കാനും പിന്നെ ഉള്ള കരിമംഗല്യം പോകാനും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫോൺ ഇങ്ങനെ നമ്മളെപ്പോഴും
ഫോണും വെച്ചുകൊണ്ട് സംസാരിച്ചിങ്ങനെ ചൂട് പിടിച്ചിങ്ങനെ മുഖത്ത് ഇത് ഇപ്പോൾ കാണാൻ പോലും ഇല്ലല്ലോ, ഉണ്ടോ? അതാണോന്ന് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഫുള്ളും പോയില്ലേ, വല്ലതും ഉണ്ടോ? ഇത് കണ്ടോ, ഈ മങ്ങിയ ഒരു ഇതല്ലേ ഉള്ളൂ. ഞാനിത് അടുപ്പിച്ച് കാണിക്കാം. ഇത് കണ്ടോ, ഞാൻ മുഖത്തൊന്നും ക്രീമോ പുട്ടിയോ ഒന്നുമില്ല, ഞാൻ പൗഡർ മാത്രം ഇടുന്ന ആളല്ലേ. ഇത് കണ്ടോ, അടുപ്പിച്ച് കാണിക്കാം. കണ്ടോ, ഇത് മാത്രം. അത് ഞാൻ പറഞ്ഞില്ലേ, കരിമ്പങ്കല്ലി അല്ല, പക്ഷേ ഫോൺ ഉപയോഗിച്ചിങ്ങനെ അതായിരിക്കും. ഇനി അഥവാ കരിമ്പങ്കല്ലി ആണെന്നിരിക്കട്ടെ, മുഴുവൻ മാഞ്ഞു പൊക്കോളും. ഞാനാണ് എല്ലാ ദിവസവും തേക്കുന്നില്ല. എല്ലാ ദിവസവും തേക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവുണ്ട് കേട്ടോ. പിന്നെ കുളിക്കാനായിട്ട് കയറുമ്പോഴാണ് തലയിൽ ഇങ്ങനെ തേക്കുന്നതും മുഖത്ത് തേക്കുന്നതും ഒരുമിച്ച് അങ്ങനെയാണ്. കാരണം പിന്നെ ഉടുപ്പയിലൊന്നും ആകത്തില്ലൊന്നും. അപ്പോൾ ചിലപ്പം വല്ലോ തിരക്ക് പിടിച്ച ദിവസമാണെങ്കിൽ കുളിക്കാൻ കയറുമ്പോൾ വൈകുന്നേരം താമസിക്കും. അപ്പോൾ തലയിലും ഇതൊക്കെ തേക്കാൻ നമുക്ക് തോന്നത്തില്ല. എണ്ണങ്ങാനും ജലദോഷമൊക്കെ വന്നെങ്കിലോ എന്ന് വെച്ച്. അപ്പം എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ എത്ര ഇതായിട്ടിരിക്കുമെന്ന് നോക്കി. ഉണ്ടോ, മുഴുവൻ ഒരു കുഴപ്പമില്ലായിരിക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കരിമംഗല്യത്തിൻ്റെ പറയുന്ന ആ വീഡിയോയ്ക്കകത്ത് മുടിയുടെയും മുഖത്തിൻ്റെയും പറഞ്ഞു തരുന്നുണ്ട് ടിപ്പ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്യണം. എൻ്റെ മുടി കണ്ടല്ലോ, വിശ്വാസമായാലും. ഒത്തിരി മുടിയുള്ളവരുടെ കാണിച്ച് ചെയ്താൽ ആർക്കും വിശ്വാസമാകത്തില്ല. അപ്പോൾ എനിക്ക് ഒട്ടും ഇല്ലാതെ എല്ലാം നശിച്ചു പോയ, ഉള്ളും ഇല്ല നീളവും ഇല്ലാതെ നശിച്ചു പോയ എൻ്റെ മുടി ഞാൻ എത്രയും ഇപ്പോൾ ഒരു 1-2 ആഴ്ച മേളിലല്ലേ ആയുള്ളൂ ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട്. അതും ഞാൻ എല്ലാ ദിവസവും തേക്കുന്നുമില്ല. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ എൻ്റെ മുടി ഇത്രയും ആയെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒട്ടും പൊഴിച്ചിലില്ല താരനും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് മുടി ഉള്ളത് അവിടെ ഇരിക്കും. പുതിയത് കിളുത്താലും അതിനും ആരോഗ്യത്തോടെ ഇരുന്നോളും. അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ ആ പറഞ്ഞ ടിപ്പ് ഫോളോ ചെയ്യണം. മുടിയുടെ മുഖത്തിൻ്റെ കേട്ടോ, ഒരു കരിവാളിപ്പോ ഒരു പിന്നെ കരിമംഗല്യോ ഒന്നും വരത്തില്ല. ഉള്ളതെല്ലാം പോവുകയും ചെയ്യും മുഖത്തെ കേട്ടോ. പിന്നെ വേണ്ടേ മുടിയുടെ ഞാൻ ആ പറഞ്ഞത് കറക്റ്റായിട്ട് അത് എല്ലാ ദിവസവും തേച്ചു, ഒരു കുഴപ്പവും ഇല്ല. എല്ലാ ദിവസവും തേച്ചു. എന്തെങ്കിലുമൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞല്ലോ, ഇന്ന പോലെയൊക്കെ ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ സാധനവും നിങ്ങൾ ഓരോ ദിവസവും എന്നെ വേണേലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ കൊടുക്കുക. മസാജും ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലതായിട്ട് പെട്ടെന്ന് അങ്ങ് മുടി വളരും. മുടിയൊക്കെ നല്ലതായിട്ട് വളർന്നു കഴിയുമ്പം പിന്നെ ആഴ്ചയിൽ 1-2-3 ദിവസമൊക്കെ ചെയ്താൽ മതി. അതുവരെ എന്നെങ്കിലുമൊക്കെ തലയിൽ അതേ മുമ്പോട്ടിങ്ങനെ ഉള്ള മുടി, മേലിലുള്ള ഇച്ചിരി മുടി മുമ്പോട്ടിങ്ങനെ ഇട്ട് അത് പറന്നു പോകാതിരിക്കാൻ ഞാൻ ഹെയർ ബോ വെച്ച്, എല്ലാവരും ചോദിക്കും തന്നെ വലിയ ബോയൊക്കെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നമുക്കല്ലേ നമ്മുടെ പ്രശ്നം അറിയത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ബോ വെക്കാതെ പോയാലും എന്തെങ്കിലും മുടി ഇങ്ങനെ പോയാലും അകത്ത് മുടി ഇഷ്ടംപോലെ കിളുത്ത് വരുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ ഇവിടം വരെ അങ്ങ് കഷണ്ടി മുറിവ് വരെ വന്നിട്ട് ഓർത്ത് നോക്കി. ഞാൻ എന്നിട്ടൊരു ശകല ഈ മുമ്പോട്ടിങ്ങനെ ചീകി ഷാമ്പൂ ഒക്കെ ഇട്ട് പറത്തിയിട്ട് ബോയ് അങ്ങ് വെക്കുമ്പോൾ അമ്മങ്ങി ഇരുന്നോളൂ, പറന്നു പോകത്തില്ല. അങ്ങനെ എല്ലാം എനിക്ക് എന്നാ കഷ്ടപ്പാടായിരുന്നു അറിയാം. ഇനിയിപ്പം കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും ഞാനും അങ്ങ് തേച്ച് മുഖത്തും തലയിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ നല്ലതായിട്ട് ചെയ്താലുണ്ടല്ലോ നമുക്ക് നമ്മുടെ സൗന്ദര്യം കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ആരും വന്ന് തലയിൽ തേക്കാനും മുഖത്ത് തേക്കാനും വരത്തില്ല. അമ്മമാരാണെങ്കിൽ അവർ പിടിച്ചിരുത്തി തേക്കും. പക്ഷേ ഇപ്പം നമ്മൾ തേച്ചല്ലേ പറ്റുള്ളൂ. ആരെയും കുറ്റം പറയണം, നമ്മൾ തന്നെ ചെയ്യണം. എല്ലാവരും എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യം ചെയ്ത് മിടുക്കരായിട്ട് നല്ല വൃത്തിക്ക് മുഖവും മുടിയും എല്ലാം സൂക്ഷിച്ചിരിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ കാണണം. ആകെപ്പാടെ ഗുലുമാലിലാണ്. എനിക്കൊരു ശകലം കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരും കുറച്ച് ദിവസങ്ങൾ വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളതെന്നല്ല ഉദ്ദേശിച്ചേ, അത് ദൈവത്തിനറിയാം, അതല്ല ഉദ്ദേശം. എനിക്ക് എൻ്റെ ചാനലിൻ്റെ സമയം അവർ തന്നിരിക്കുന്ന മോണിറ്റൈസേഷൻ്റെ സമയം തന്നിരിക്കുന്ന ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന്
ഫുൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഫുൾ വീഡിയോ പോയിട്ട് എൻ്റെ സ്വന്തപ്പെട്ട എൻ്റെ ഈ യൂട്യൂബേഴ്സ് കുറച്ച് കൂട്ടുകാരുള്ളവർ പോലും എൻ്റെ വീഡിയോ കാണുന്നേ ഇല്ല. പിന്നെ എങ്ങനെ ഫുൾ വീഡിയോ കാണുന്നേ? ഞാനിങ്ങനെ പറയുന്നുണ്ട്. അവരെല്ലാം സ്ഥിരമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് തിരക്കായതുകൊണ്ടായിരിക്കും, ഒരുമിച്ചിരുന്നെല്ലാം കൂടെ കാണുമായിരിക്കും. എന്നാലും ഒന്ന് ഫുള്ളൊന്ന് എല്ലാവരും എൻ്റെ വീഡിയോസ് 2, 3, 4 ഒക്കെ ചിലപ്പോൾ ഷോർട്സും വീഡിയോസ് ഫുൾ വീഡിയോസൊക്കെ ഇടും. എന്നാണെന്നറിയാം, കുറച്ച് അവേഴ്സൊന്ന് കിട്ടി ഇതൊന്ന് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് സഹിക്കുക കേട്ടോ. പിന്നെ ഈ ഉടുപ്പ് ഇതും ഇന്നലെ ഇട്ട് ഇതില്ലേ അതിൻ്റെ കൂടെ ഉള്ളതാണ് കണ്ടോ. 100 രൂപയ്ക്ക് എവിടെ കിട്ടും ഒരു ഉടുപ്പ്? ഈ ടോപ്പ് 100 രൂപയ്ക്ക് കിട്ടുമോ? നല്ല ഇറക്കവും കാണിക്കാതെ കണ്ടോ, നല്ല ഇറക്കമുണ്ട്. 42, 43 ഇഞ്ച് നല്ല ഇറക്കമുണ്ട്. പിന്നെ നല്ല ഇത് എനിക്ക് പിന്നെ എക്സൽ പറഞ്ഞിട്ട് ലാർജിൻ്റെ അളവിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഇപ്പം മെലിയുന്നതുകൊണ്ട് ഞാനിപ്പം കുറേശ്ശെ മുറ്റമൊക്കെ തൂക്കാൻ തുടങ്ങി. അപ്പോൾ വയറൊക്കെ കുറഞ്ഞോളൂ വരും. വയറാണ് നമ്മുടെ പ്രശ്നം. വയറ് കുറഞ്ഞാൽ നമുക്ക് ലാർജ് മതി. വയറ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം പിള്ളേർക്ക് ഇച്ചിരി സൈസൊക്കെ കൂട്ടിയൊക്കെ എടുക്കുന്ന നമ്മളെല്ലാം ഫിറ്റായിരിക്കത്തില്ലേ. അപ്പം ഈ ലാർജ് എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വണ്ണം കുറഞ്ഞു. അപ്പം ഇത് ചേരാഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നേരം അലമാരി കയറ്റി വെച്ചതായി 5-6 എണ്ണമേ. സങ്കടമായിരുന്നു. മാറി ഇടാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. 100 രൂപയല്ലോ ഉള്ളെന്ന് ഓർത്ത് മേടിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ലാർജിൻ്റെ അളവിൽ എക്സലെന്നാണ് ഇവിടുത്തെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ലാർജിൻ്റെ അളവാണ്. നമ്മൾ ഇടുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴും നമുക്കറിയാമല്ലോ. എന്നിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നല്ലതായിട്ട് മെലിഞ്ഞു. കഷായമൊക്കെ കുടിക്കുമ്പം നമ്മളുടെ ആ നീരെല്ലാം ശരീരത്തിൻ്റെ എല്ലാം പോകുമ്പം തന്നെ നമുക്കൊരു വണ്ണം കുറയുമല്ലോ. അതുകൊണ്ട് ഇപ്പം ഇതൊക്കെ ചേർന്നു. അല്ലെ വെറുതെ ഇത് വെച്ചുകൊണ്ടിരിക്കട്ടെ. ഇല്ല, നല്ലതല്ലേ? നല്ല രസമില്ലേ ഇങ്ങനത്തെ 6 എണ്ണം? നമുക്കിങ്ങനെ ഒന്ന് അടുത്ത് വരെ പോകണമെങ്കിലും ഒക്കെ ടൗണിൽ പോകുന്നതിനൊക്കെ ഇത് മതി. ഞാൻ പിന്നെ വീഡിയോയിൽ വൃത്തിക്കിരിക്കട്ടെ എന്ന് വെച്ചിടുന്ന. അപ്പം ഇങ്ങനെ നിങ്ങൾ രാത്രിയിലൊക്കെ ഈ മിഡ് നൈറ്റ് ഓഫറൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി എടുത്താൽ മതി. 100 രൂപയ്ക്ക് തയ്യക്കൂലി തന്നെ എത്ര രൂപ? ഒരു പഞ്ഞ തുണി ഒരു 10 രൂപ മീറ്ററിന് വെച്ച് 3 മീറ്റർ തുണി നമ്മളെടുക്കാൻ 30 രൂപയാണെന്ന് ഓർത്തു. 10 രൂപയ്ക്ക് കിട്ടത്തില്ല, പക്ഷേ 10 രൂപയാണെന്ന് ഓർത്തു. 3 മീറ്റർ എടുത്താൽ 30 രൂപ. അപ്പം തയ്ക്കാൻ കൊടുക്കുമ്പോഴോ ഒരു ടോപ്പ് മാത്രം ചുമ്മാ ഒരു പ്ലെയിനായിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് തയ്ക്കാൻ കൊടുത്താലോ മിനിമം 300. ഇവിടെയൊക്കെ അങ്ങനെ. ചിലയിടത്തൊക്കെ ഒരു ടോപ്പിന് 150-നും 200-നും ഒക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഈ കോട്ടയത്ത് നടക്കത്തില്ല. 300 രൂപ അങ്ങോട്ട് കൊടുക്കാവോ ഇതുപോലെ ചുമ്മാ ഇങ്ങനെ വട്ടക്കഴുത്ത് ഇങ്ങനെ. പിന്നെ ഹൈനക്കൊക്കെ ആണെങ്കിൽ കിട്ടത്തില്ല. ചുമ്മാ ഇതുപോലെ വട്ടക്കഴുത്തും വെച്ച് ഇതുപോലെ ഒന്ന് തയ്ച്ച് കിട്ടുന്നതിന് 300 രൂപയാണ്. അപ്പം നമ്മൾ ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന ലാഭമല്ലേ. അങ്ങനെയൊക്കെ എടുക്കണം. എന്തായാലും തുണി കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലൊക്കെ നോക്കി കണ്ടുപിടിക്കണം. നല്ല തുണിയാണ്, പോകത്തില്ല കേട്ടോ. എത്ര വർഷം വേണേലും ഇടാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. നല്ല കേട്ടോ, ദൈവം സഹായിച്ച് കിട്ടിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ കരിമംഗല്യം വീഡിയോ, മുടിയുടെ വീഡിയോ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന കരിമംഗല്യം എന്നും പറഞ്ഞു. അപ്പോൾ അത് പോയി കണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിച്ചു തരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് പിന്നെ ആ വീഡിയോ തപ്പിപ്പോകണ്ടല്ലോ. പറഞ്ഞാൽ മതി. ആ വീഡിയോ കാണാത്തവർ എന്നോട് പറഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ അത് നിങ്ങൾ ചെയ്യണം. നന്നായിട്ട് മുടി വളരും, മുഖത്തിൻ്റെ ഫുൾ കാര്യങ്ങളും പോകും. ഞാനിത് എല്ലാ ദിവസവും ചെയ്യല, മടിച്ചാണ്ട. അല്ലെങ്കിൽ എൻ്റെ മുഖമൊക്കെ നല്ല ഇതിൽ കൂടുതൽ വെട്ടിത്തിളങ്ങി അല്ലേ. പിന്നെ ഒരുപാടൊന്നും വെളുത്ത് കളറിയൊന്നും ഇരിക്കേണ്ട. നമുക്ക് ഉള്ള മുഖത്ത് പാടൊന്നും ഇല്ലാതൊന്നും ഇരുന്നാൽ മതി. എൻ്റെ പോളിസി അതല്ലാതെ ഒത്തിരി വെളുത്ത് ചുമന്നൊന്നും ഇരിക്കണമെന്നൊന്നും ഇല്ല. ആവശ്യത്തിന് ദൈവം വെളുപ്പ് തന്നിട്ടുണ്ട്. അത് പാടില്ലാതെ വൃത്തിക്കൊണ്ടിരുന്നാൽ മതിയെന്നേ ഉള്ളൂ.
പിന്നെ ചുളിവും വരാതെ പാടും വരാതെ. ചുളിവൊക്കെ വരാതിരിക്കണമെങ്കിൽ അതിൻ്റേതായ ഭക്ഷണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഞാനതൊന്നും കഴിക്കുന്നില്ല, പക്ഷെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മളത് കൈ കിട്ടുമ്പോൾ കഴിക്കല്ല, മേടിച്ച് എനിക്ക് ചുളിവ് വരില്ലെന്ന് പറഞ്ഞ് മെനക്കെട്ടൊരു കഴിപ്പ്, അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് നടക്കുകയില്ല, എല്ലാ ദിവസമൊക്കെ അത് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല. പിന്നെ വല്ലപ്പോഴും കൈ കിട്ടിയാൽ കഴിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പോയി ചിക്കൻ കറി വെക്കട്ടെ. രാവിലെ ഇപ്പോൾ ഇവിടെ 8:15 എൻ്റെ ചോറൊക്കെ ഞാൻ വെച്ചു. സാമ്പാർ ഇപ്പോണ്ട്, 2 ദോശയും ഇട്ട് കഴിച്ചാൽ മതി. ആഷർ കഴിക്കാതെ പോകത്തുള്ളൂ. ബ്രൂ കോഫിയായി, കട്ടൻ കാപ്പിയായി, അരിമോദ വെള്ളമായി. ചോറിപ്പോൾ വറുക്കാൻ പോവാം. ചിക്കൻ എല്ലാം ഇപ്പോൾ റെഡിയാക്കും, കറിയാക്കും. ബാക്കി അതിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ നമ്മുടെ ഇന്നലത്തെ ചക്കക്കുരു മെഴുക്കുവരട്ടി അതുണ്ട്. ഇറച്ചി ഉലർത്തുന്ന പോലെ പിന്നെ അതുണ്ട്. മോരുണ്ട്. മതിയല്ലോ, അതൊക്കെ മതി. പിന്നെ 10:30 ഓട്ടോക്കാരൻ വരും. അതിന് മുമ്പ് ഞാൻ ചിക്കൻ കറിയും കൂടെ വെച്ചിട്ട് മുടി നനയ്ക്കുന്നില്ല, ദേഹമൊക്കെ ഒന്ന് കഴുകണം. എവിടെയെങ്കിലും പോകുമ്പോൾ കുളിക്കാൻ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും കുളിക്കണം, എന്നാലേ നമുക്കൊരു ആരോഗ്യം വരത്തുള്ളൂ, ഉഷാറ് വരത്തുള്ളൂ. പിന്നെ തല നനയ്ക്കണ്ട പകൽ, കാരണം പകൽ വല്ലയിടത്തുമൊക്കെ പോകാനും എനിക്ക് വീഡിയോ പിടിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് മുടി ഒട്ടിയിരുന്ന അഴുക്കല്ലേ, അതുകൊണ്ട് പകൽ തല നനയ്ക്കത്തില്ല. വൈകുന്നേരമാണ് തല നനയ്ക്കുന്നത്. അത് പിന്നെ നമ്മൾ കിടന്നുറങ്ങുമല്ലേ, ചെളിയൊന്നും തലയിൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം നനച്ചാൽ മതി. നേരത്തെ കുളിക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ജലദോഷം പിടിക്കത്തില്ലേ. പിന്നെ താമസിച്ചാണെങ്കിൽ ഞാൻ അപ്പോഴേ രാസ്നാദിയൊക്കെ ഇവിടെ ഇടും. പിന്നെ ഇന്നലെ ചക്കക്കുരുവിൻ്റെ കറി സൂപ്പറായിരുന്നേ. അത് കുഴഞ്ഞു പോയൊന്നുമില്ല കേട്ടോ. അതാ അതിനകത്ത് കുക്കറിനകത്ത് ഉണ്ടായിരുന്ന ആ വെള്ളത്തോടു കൂടി ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്തില്ല. അപ്പോൾ ആ സമയത്തൊന്ന് കുഴഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഡ്രൈ ആയി, വറവറാന്നായി. ഞാനിങ്ങനെ ചിക്കി എടുത്തപ്പോൾ നല്ല വറവറ, എന്നാ ടേസ്റ്റായിരുന്നു. ഒത്തിരി തേങ്ങാക്കൊത്ത് ഇവിടെ പിന്നെ കഴന്നു പോയത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മുഴുവൻ ഇട്ടായിരുന്നു. എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയാം. അതിരിപ്പുണ്ട്. ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ട് ഞാൻ കണ്ടമാനം കഴിച്ചു. ചുമ്മാ ഉച്ചയ്ക്കും വൈകിട്ടും ചുമ്മാ വാരി കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. അറിയാൻ മേലെങ്കിൽ ആ വീഡിയോ എടുത്തൊന്ന് വീണ്ടും കണ്ടിട്ടൊന്ന്, എളുപ്പം തന്നെ ഞാനത് കാണിച്ചത്, വീണ്ടും കണ്ടിട്ടൊന്ന് അതുപോലെ വെച്ച് നോക്കുക. അത്രയും സാധനങ്ങൾ ഇടുകയും വേണം. ഒരുപാട് വാരി ഇടരുത്, കുറേശ്ശെ ആ ചക്കക്കുരുവിൻ്റെ അളവ് പോലെ 1/4 ടീസ്പൂണും 1 നുള്ളും ഒക്കെ ഇട്ടാൽ മതി. ഒത്തിരി മസാലയായ പോകത്തില്ല. അങ്ങനെ വേവിക്കുമ്പം സവാളയൊന്നും ഇടില്ല, ഒലത്താൻ നേരം ഇടണം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോഴും ജയക്കൊച്ച് പറഞ്ഞ് ചക്കക്കുരു വെച്ചപ്പം പുഴുക്കായിപ്പോയത്, ചക്കക്കുരു ഒലർത്തിയത് പുഴുക്കായിപ്പോയത്. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ഇപ്പോൾ കാണിച്ചു തരാൻ വേണമെങ്കിൽ നല്ല വറവറാന്ന് ഇങ്ങനെ വിട്ട് നല്ലതായിട്ട് കിടക്കും. നല്ല നൂറുള്ള നല്ല ചക്കക്കുരുവായിരുന്നു. അതുകൊണ്ട് 5-6 ചീക്കിയിട്ടും അത് ചക്കക്കുരു കുഴഞ്ഞു പോയില്ല. അതിൻ്റെ ഇങ്ങനെ വെള്ളം വരുമല്ലോ, ചക്കക്കുരുവിൻ്റെ ആ ഒരു നീരും വെള്ളമൊക്കെ വരുമല്ലോ, അതേ ഉള്ളൂ. അല്ലാതെ അതിപ്പം എല്ലാം ഡ്രൈ ആയി നല്ല വറവറാന്നായി. എളുപ്പത്തിൽ ചിക്കൻ കറി വെക്കുവാണേ. ചിക്കൻ ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചായിരുന്നേ. ഉപ്പിടാൻ മറന്നുപോയി. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ചോമക്കൊച്ചേ ഉപ്പിട്ടില്ലെന്ന് പറയണ്ടേ. ഉപ്പിട്ടു. ഇനിയിപ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇച്ചിരി ചൂടുവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചായിരുന്നേ. ആരണിനും ആഷറിനും ഒക്കെ നല്ലതായിട്ട് ഗ്രേവി വേണ്ടിയവരാ ഇവർ. കണ്ടോ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി.